إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്നത്തെ സൗദി അറേബ്യ ഇസ്ലാമിന് പ്രമാണമാണ്. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമാകണമെങ്കിൽ അത് സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ആ സംവിധാനത്തിനകത്തുള്ളതായിരിക്കണം എന്നുള്ള ഒരു പ്രമാണം ഇസ്ലാമിലുണ്ടോ? ഇല്ല. സൗദി അറേബ്യയിൽ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് അതില്ല എന്നോ ഉള്ളതുകൊണ്ട് അത് ഇസ്ലാമാണെന്നോ നമുക്ക് ഗണിക്കാൻ പറ്റില്ല, പാടില്ല. നാം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ തിരുവചനമായ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആ കൃത്യമായ ആ മാതൃക, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സ്വഹീഹായ ഹദീസുകൾ, അതാണ് കൃത്യമായി നമുക്ക് പ്രമാണം. ഈ രണ്ട് പ്രമാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇജ്മാ, ഖിയാസ്, വേറെ രണ്ട് പ്രമാണങ്ങളും കൂടിയുണ്ട്. പക്ഷെ പ്രബലമായ രണ്ട് പ്രമാണം വിശുദ്ധ ഖുർആൻ, ഹദീസുകൾ പറഞ്ഞു. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രമാണം. ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ഇസ്ലാമാണോ ഇസ്ലാമല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ സൗദി അറേബ്യയിലെ ജനങ്ങൾ പ്രവർത്തിക്കുന്നുവോ, അവിടുത്തെ ഗവൺമെന്റ് അതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ അല്ല ഒരിക്കലും. കാരണം പല ആൾക്കാരും പറയുന്നതാണ് സൗദി അറേബ്യയിൽ ഇന്ന കാര്യങ്ങളില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നവരെ നമുക്ക് കാണാം. അതേസമയം സൗദി അറേബ്യയിൽ പലതരത്തിലുള്ള ഇസ്ലാമിനെ നിരക്കാത്ത കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അവിടെയുള്ള ആ സംവിധാനമാണ് തെറ്റ്, അതിനാലാണ് അത് അവർ പ്രവർത്തിക്കുന്നത് എന്നും ആക്ഷേപിക്കാറുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. ഒരു കാര്യം സൗദി അറേബ്യയിൽ നിലവിലുള്ളത് കൊണ്ട് അത് ശരിയാണെന്നോ, അല്ലെങ്കിൽ നിലവിൽ ഇസ്ലാമിന് നിരക്കാത്തൊരു കാര്യം അവിടെ ഉള്ളത് കൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നോ നാം ഒരിക്കലും അതിനെ ഗണിക്കാൻ പാടില്ല. അതല്ല മാനദണ്ഡം കൃത്യമായി ഖുർആനും അതുപോലെ ഹദീസുകളുമാകുന്നു. അതനുസൃതമായി മാത്രമേ നാം വിധി കൽപ്പിക്കാൻ പാടുള്ളൂ. കൃത്യമായി ഇസ്ലാമിനെ അനുഷ്ഠിക്കാനും ആചരിക്കാനും പാടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും വ്യക്തികളെയോ രാഷ്ട്രത്തിനെയോ സംഘത്തിനെയോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു സംവിധാനത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് രണ്ട് പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാകുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.